സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ TVS iQube ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അതിൻ്റെ iQube-ൻ്റെ എസ് എന്നാണ് ഈ വേരിയൻറ്റിൻ്റെ പേര്. ഇത് ഫുൾ ഓപ്ഷൻ മോഡലാണ്. അപ്പോൾ ഈ മോഡൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്, ഇതിന് ഓൺ റോഡ് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, ലോൺ ഇട്ട് ഇറക്കുവാണെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് എത്ര വേണം, EMI മാസം എത്ര വരും, അങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇന്ന് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. iQube എസ് ഈ മോഡലിൻ്റെ ഈ കളറിൻ്റെ പേര് വരുന്നത് മിൻറ്റ് ബ്ലൂ എന്നാണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പുതിയൊരു മോഡൽ കളറാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി സ്മാർട്ട് കണക്ട് ഫീച്ചർ, TVSൻ്റെ സ്മാർട്ട് കണക്ട് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂട്ടറാണ്. ഇതിൻ്റെ ലൈറ്റ്സ് എല്ലാം തന്നെയും LED ഹെഡ് ആണ്. LED ലൈറ്റ്സ് ആണ് മുഴുവൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാലജൻ ബൾബ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആണ്. ഈ വൈറ്റ് സ്ട്രിപ്പായിട്ട് കാണുന്നത്. അതിൻ്റെ താഴെ TVSൻ്റെ ബാഡ്ജിങ് വരും. നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ താഴെയാണ് വാഹനത്തിൻ്റെ ഹെഡ് ലൈറ്റ് വരുന്നത്. ഇത് ഫുള്ളി LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് വരുകയും LED തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇൻഡിക്കേറ്ററിന് കമ്പനി ഫിറ്റഡ് ബസർ സൗണ്ട് കൂടെ വരുന്നുണ്ട്. ഈ ഒരു അപ്പിയറൻസ് ആയിരിക്കും വാഹനത്തിന് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഔട്ടർ പാർട്സ് എല്ലാം തന്നെ ഹാർഡ് ക്വാളിറ്റി ഫൈബറിലാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല ഡ്യൂറബിളാണ്. കളർ ഫീഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ 12 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് സ്കൂട്ടറിന് കൊടുത്തിരുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിരിക്കും. അതുപോലെ തന്നെ വളരെയധികം ഹാർഡായിട്ടുള്ളൊരു അലോയ് വീൽ ഡിസൈനാണ്. ഇത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ വീൽ സ്പിൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് തന്നെയാണ് iQube-ന് വരുന്നത്. TVSൻ്റെ ടയേഴ്സ് തന്നെയാണ് കൂടുതലും കണ്ടുവരുന്നത്. പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. 220 mm വെന്റിലേറ്റഡ് ഡിസ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ കാലിപ്പർ ഡിസ്ക് ബ്രേക്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. വെന്റിലേറ്റഡ് ഡിസ്ക് ആകുമ്പോൾ ഡിസ്ക് പാഡ്സ് പെട്ടെന്ന് കത്തി തീരില്ല. എയർ പാസേജ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ലൈഫ് നമുക്ക് ഡിസ്ക് പാഡ്സിന് കിട്ടുന്നതാണ്. ഈ സെഗ്മെൻറ്റിൽ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഒരു സ്കൂട്ടറാണ് iQube. ഇതിന് 157 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സൈഡ് സ്റ്റാൻഡ് വാർണിംഗ് അവൈലബിൾ ആണ്. അതായത് സൈഡ് സ്റ്റാൻഡ് നമ്മൾ തട്ടിയാൽ മാത്രമേ വാഹനം സ്റ്റാർട്ടാകാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഫീച്ചർ വരുന്നുണ്ട്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ലെഗ് റൂം കിട്ടുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ഇരുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് എത്ര ലെഗ് റൂം കിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ കാല് വെച്ചിട്ട് തന്നെയും അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് വരുന്നത് 770 mm ആണ്. ടോട്ടൽ വീൽ ബേസ് 1301 mm ആണ് ടോട്ടൽ വീൽ ബേസ് വരുന്നത്. ഒരു മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു കോക്പിറ്റ് ഡിസൈനാണ് സ്കൂട്ടറിന് വരുന്നത്. മാറ്റ് ബ്ലാക്കും പിന്നെ വണ്ടിയുടെ കളർ ഏതാണോ ബോഡി കളർ വരുന്നത് അതും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ കോക്പിറ്റ് ഡിസൈനാണ് സ്കൂട്ടറിന് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് മീറ്ററാണ്. വാഹനത്തിൻ്റെ ചാർജിങ് പോർട്ടും ഫ്രണ്ട് ഓപ്ഷനും തന്നെയാണ് വരുന്നത്. ഇത് നോർമൽ ചാർജറാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് ഇതുവരെ iQube-ൽ അവൈലബിൾ അല്ല. 3 കിലോ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഒരു ഹുക്ക്. മറ്റൊരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കീ ആണ്. ഓൾറെഡി 2 ഡ്യുവൽ കീ വരുന്നുണ്ട്. അതിലൊന്ന് ഫോൾഡബിൾ കീ ആണ്. അതിൽ TVSൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. TVSൻ്റെ ഇലുമിനേഷൻ വരുന്നത് കൂടാതെ ഒരു ടോർച്ച് കൂടെ വരുന്നുണ്ട്. കാറിലൊക്കെ വരുന്ന പോലെ ഫോൾഡബിൾ കീ ആണ് TVS iQube എസ് മോഡലിൽ കമ്പനി തരുന്നത്. ഇതാണ് അതിൻ്റെ ഫോൾഡിങ് സെറ്റപ്പ്. പിന്നെ ഇതാണ് ബാഡ്ജിങ് വരുന്നത്. ഇതിലൊരു ചെറിയ ലൈറ്റ് പോലെ വരും. ഇൻബിൽറ്റ് ടോർച്ച് കൂടെ അതിൽ വരുന്നുണ്ട്. വാഹനത്തിലെ ബട്ടൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടത്തെ സൈഡിൽ ഡിമ്മ് ബ്രൈറ്റ്, പിന്നെ എസ് മോഡലിൽ മാത്രം വരുന്നൊരു സ്പെഷ്യൽ ജോയിസ്റ്റിക്ക് വരുന്നുണ്ട്. ഡിജിറ്റൽ മീറ്ററിൻ്റെ കൺട്രോൾസ് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ജോയിസ്റ്റിക്ക് വരും. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടണും അതുകൂടാതെ ഹോണിൻ്റെ ബട്ടണാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. വലത്തെ സൈഡിൽ വരുമ്പോൾ ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. പാർക്കിംഗ് അസിസ്റ്റ് ബട്ടൺ കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മോഡ് എന്നുള്ളൊരു ബട്ടൺ കൂടെ വരും. മോഡ് പറയുമ്പോൾ ഒരു വണ്ടിയിൽ 2 മോഡാണ് വരുന്നത്. ഇക്കോണമി മോഡും പവർ മോഡും വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ മീറ്ററിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് തട്ടി ബ്രേക്ക് പ്രസ് ചെയ്ത് മോഡ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴാണ് വാഹനം സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ചേഞ്ച് ആയിട്ട് ഇതുപോലെ സ്പീഡോമീറ്ററിൻ്റെ കൗണ്ട് കാണിക്കുന്നതിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മേളിലായിട്ട് ഇക്കോ മോഡാണോ പവർ മോഡാണോ എന്ന് കാണിക്കും. താഴെ ആവറേജ് കാണിക്കും. അതായത് ലാസ്റ്റ് 2 എത്ര ആവറേജാണ് സ്പീഡാണ് നമ്മൾ ഉപയോഗിച്ചെന്നുള്ളത് കാണിക്കും. പിന്നെ ഓഡോമീറ്റർ കൗണ്ട് കാണിക്കുന്നുണ്ട്. ട്രിപ്പ് മീറ്റർ കാണിക്കും. ബാറ്ററിയുടെ ചാർജിങ് പെർസെൻറ്റേജ്, ഡിസ്റ്റൻസ് ടു empty. ഇനിയുള്ള ചാർജ് വെച്ചിട്ട് 11 കിലോമീറ്റർ വണ്ടി ഓടത്തുള്ളൂ. മേളിൽ ഡേറ്റ് ടൈമും ഉള്ള കാര്യങ്ങളെല്ലാം കാണിക്കും.
പിന്നെ ഇതാണ് മോഡ് സ്വിച്ച് പറയുന്നത്. നമ്മൾ മോഡ് സ്വിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്കോ മോഡിൽ നിന്ന് പവർ മോഡിലേക്ക് വരും. 4.5 മണിക്കൂറാണ് ടോട്ടൽ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് എടുക്കുക. ഇക്കോ മോഡിൽ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഏകദേശം 100 കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ സാധിക്കും. നേരെ അത് പവർ മോഡിലേക്ക് മാറ്റുമ്പോൾ 25% കുറയും. 75 കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ സാധിക്കുള്ളൂ. ഇക്കോ മോഡിൽ നമുക്ക് മാക്സിമം ഒരു 40-45 കിലോമീറ്റർ ആണ് നമുക്ക് സ്പീഡ് കിട്ടുക. പക്ഷേ പവർ മോഡിലേക്ക് വരുമ്പോൾ ഒരു 75 കിലോമീറ്റർ വരെ നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ അണ്ടർ സ്റ്റോറേജ് ആണ്. 32 ലിറ്ററാണ് ഇതിൻ്റെ അണ്ടർ സ്റ്റോറേജ്. നമ്മുടെ ജുപ്പിറ്റർ 125ലും ഏകദേശം ഈ ഒരു സെയിം സ്റ്റോറേജ് ആണ് നമുക്ക് കിട്ടുന്നത്. 2 ഹെൽമെറ്റ് വെച്ചാൽ പോലും ബാക്കി സ്പേസ് ഉണ്ടാവുന്നുണ്ട്. ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ താഴെയാണ് വാഹനത്തിൻ്റെ ബാറ്ററി വരുന്നത്. ലിഥിയം അയൺ ബാറ്ററിയാണ്. 52 വോൾട്ടാണ് അതിൻ്റെ മാക്സിമം ചാർജ് വരുന്നത്. റീചാർജ് ആവാനായിട്ട് നോർമലി ഒരു 4.5 മണിക്കൂറാണ് എടുക്കുന്നത്. 3.04 ആണ് അതിൻ്റെ യൂസബിൾ ടോട്ടൽ കപ്പാസിറ്റി വരുന്നത്. 2024 മോഡലായതുകൊണ്ട് ഈ വാഹനം ഓൾറെഡി OBD2 സെൻസർ എക്യുപ്ഡ് ആണ്. പിന്നെ നമുക്ക് സീറ്റിൻ്റെ താഴെയുള്ള പോർഷനിൽ തന്നെ USB ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും സ്കൂട്ടറിൽ വരുന്നുണ്ട്. സീറ്റ് ലോക്ക് വരുന്നത് സീറ്റിൻ്റെ താഴെ തന്നെയാണ്. സാധാരണ ജുപ്പിറ്റർ അല്ലെങ്കിൽ ആക്റ്റീവിലേക്ക് വരുന്ന പോലുള്ളൊരു ഓപ്ഷനാണ്. സീറ്റ് തുറക്കാനുള്ള ഓപ്ഷനാണ് iQബിലും വരുന്നത്. പിന്നെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിയർ ലൈറ്റ് ആണ്. ഫുള്ളി LED എക്യുപ്ഡ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ് iQube ബസ്സിൻ്റെ റിയറിൽ വരുന്നത്. അതുകൂടാതെ ടെയിൽ ലൈറ്റ് കൂടാതെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സും LED ആണ് വരുന്നത്. മാറ്റ് ബ്ലാക്ക് കളറിലുള്ള റിയർ മഡ് ഗാർഡ് വരുന്നുണ്ട്. പിന്നെ TVS ഇലക്ട്രിക് എന്നുള്ള ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ബ്ലൂ കളറിലുള്ള ഗ്ലോയിങ് ഫുൾ ടൈം വണ്ടിയിൽ ഉണ്ടാവുന്നതാണ്. രാത്രിയൊക്കെ പോകുമ്പോൾ വണ്ടി കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 78 km/h ആണ്. നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റ് സപ്പോർട്ടുണ്ട്. മാക്സിമം 0 to 40 എത്താനായിട്ട് 4.2 സെക്കൻഡ് മാത്രം മതി. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ചാർജിങ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിരുന്നു. ടോട്ടൽ വെയിറ്റ് വരുന്നത് 118 കിലോ ആണ്. 5 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റിയർ സസ്പെൻഷനാണ് ബൈക്കിൽ വരുന്നത്. നമുക്ക് വർക്ക്ഷോപ്പിലോ സർവീസ് സെൻ്ററിലോ പോകേണ്ട ആവശ്യമില്ല. ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഈ സ്കൂട്ടർ കാണുമ്പോൾ വളരെ ബൾക്കിയായിട്ട് ഇത്തിരി വലിപ്പമുള്ള സ്കൂട്ടറായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും പക്ഷേ ഇത് റൈഡ് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിളാണ്. ഒട്ടും വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് എല്ലാം എന്താ പറയുക, കോർണറിങ്ങും ഹാൻഡ്ലിംഗ് എല്ലാം വളരെ ഈസിയാണ്, വളരെ കംഫർട്ടബിളാണ്. സീറ്റിംഗ് പൊസിഷനും അടിപൊളിയാണ്. 2 പേരിരുന്ന് ലോഡ് കയറി പോയാൽ തന്നെ നമുക്ക് ഒട്ടും ആ ഒരു ജെർക്കിങ്ങോ അതുപോലെ തന്നെ എൻജിന് പവർ കുറവോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. കയറ്റത്തിലായാലും അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഫീൽ ചെയ്തില്ല. ഏകദേശം ഒരു 45 മിനിറ്റോളം വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടാണ് തിരിച്ച് ഷോറൂമിലെത്തിയത്. ഏകദേശം 1.6 ലക്ഷം രൂപയാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. നമുക്കൊരു 20,000-25,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ വാഹനം നമുക്ക് ഫിനാൻസ് ഇട്ട് ഇറക്കാവുന്നതാണ്. മാസം ഒരു 5,000-നും 5,500 രൂപയ്ക്കിടയിലാണ് 5 വർഷത്തേക്ക് EMI ഇടുമ്പോൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ മോഡൽ TVS iQബിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.